മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി ഭാഗവതം തുടരുകയാണ്. നിസുംഭനായിട്ടുള്ള ദേവിയുടെ യുദ്ധമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തതോ നിസുംഭോ വേഗേന ഗദാമാദായ ചണ്ഡികം അഭ്യധാവത വൈഹന്തും ദൈത്യസൈന്യസമാവൃത. പിന്നീട് തതഃ അനന്തരം നിസുംഭൻ വേഗേന വളരെ വേഗത്തിൽ ദൈത്യസൈന്യ സമാവൃത ദൈത്യസൈന്യങ്ങളോട് കൂടിയിട്ട് ദൈത്യസൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ദൈത്യസൈന്യവും ഒപ്പുണ്ട് സാരം. അപ്പോൾ ദൈത്യസൈന്യങ്ങളോടുകൂടി ഈ നിസുംഭൻ ഗദാം ആദായ ഗദയും കയ്യിലെടുത്തുകൊണ്ട് ചണ്ഡികാം അഭ്യധാവത ചണ്ഡികാം ഹന്തും അഭ്യധാവത ചണ്ഡികയെ വധിക്കുവാനായിട്ട് ചണ്ഡികയെ കൊല്ലണം എന്നുള്ള ദേവിയെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഈ നിസുംഭൻ ഗദയും കയ്യിലെടുത്ത് മറ്റ് അസുരൻ സൈന്യങ്ങളോടൊപ്പം ഗദയും കയ്യിലെടുത്ത് ദേവിയുടെ സമീപത്തേക്ക് പാഞ്ഞു വന്നു എന്നാണ്. അഭ്യധാവത ഓടി വന്നു, ദേവിയുടെ സമീപത്തേക്ക് ഓടി വന്നു എന്ന്. തസ്യാപതത ഏവാശു ഗദം ചിക്ഷേപ ചണ്ഡികം ഖഡ്ഗേന ശിതധാരേണ സശൂലം സുശൂലം സമാദദേ. തസ്യ ആപതതഃ ഏവ തസ്യ അവൻ പതിക്കുന്നതോടൊപ്പം തന്നെ ആ ഗദയും കൊണ്ട് ദേവിയുടെ സമീപത്തേക്ക് ഓടി വരുന്നതായിട്ടുള്ള ആ അസുരനെ ആപതതഃ ഏവ ആപതിക്കുമ്പോൾ തന്നെ അവൻ നേരിട്ട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന് അടിക്കാനൊന്നും സമയം ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ മുമ്പേ ഓടി വരുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ ഏവ ആപതതഃ ഏവ ആപതിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആ അസുരൻ വരുമ്പോൾ തന്നെ ഏവ ആശു വേഗത്തിൽ ഗദാം ചിക്ഷേപ ചണ്ഡിക തൻ്റെ ഗദ എറിഞ്ഞു എന്നാണ്. ആ ഗദാം ചണ്ഡിക ഗദാം ചിക്ഷേപ ഗദയെ ദൂരത്തേക്ക് എറിഞ്ഞു. കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ദൈത്യന്റെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ഗദയെ തട്ടി തർപ്പിച്ചു എന്നാണ്. ഗദാം ക്ഷേപ അതിനെ വലിച്ചെറിഞ്ഞു. എങ്ങനെയാണ്? ഖഡ്ഗേന ശിതധാരേണ തൻ്റെ ഖഡ്ഗം കൊണ്ട് ആ ദൈത്യന്റെ ഗദയെ തെറിപ്പിച്ചു, ദൂരെ തെറിപ്പിച്ചു എന്നാണ്. ദേവിയുടെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ഗദ കൊണ്ട് ആ ഖഡ്ഗത്തിനെ ദേവിയുടെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ആ ഖഡ്ഗം കൊണ്ട് ആ ഗദയെ ദൂരെ ആക്കി വലിച്ചെറിഞ്ഞു എന്ന്. സചൂലം ച സമാദതേ സഹ ച അവനാകട്ടെ ആ ദൈത്യനാകട്ടെ ശൂലം സമാദതേ ശൂലം കയ്യിലെടുത്തു. ഗദ ദൂരത്തേക്ക് വീണു കഴിഞ്ഞപ്പോൾ ഗദ വീണപ്പോൾ ശൂലം കയ്യിലെടുത്തു അസുരൻ എന്നാണ്. ഗദ കയ്യിൽ നിന്ന് വീണപ്പോൾ ശൂലം കയ്യിലെടുത്തു അസുരൻ എന്നാണ്. ശൂരഹസ്തം തമായാന്തം നിസുംഭമരാർദ്ദനം ഹൃദി വിവ്യാധശൂലേന വേഗാവിദ്ധേന ചണ്ഡിക. ഇനി ആ ശൂലഹസ്തം ശൂലവും കയ്യിൽ പിടിച്ചുകൊണ്ട് കയ്യിൽ ശൂലം പ്രസരിച്ചുകൊണ്ട് ആയാന്തം തം വരുന്നതായ അവനെ നിസുംഭം അമരാർദ്ദനം അമരന്മാരെയെല്ലാം ദേവന്മാരെയെല്ലാം മർദ്ദിക്കുന്നതായിട്ടുള്ള ക്ലേശിപ്പിക്കുന്നതായിട്ടുള്ള ആ നിസുംഭൻ എന്നുള്ളതായ അസുരനെ ശൂലഹസ്തം തൻ്റെ ശൂലവും കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് വരുന്നതായിട്ടുള്ള ആ അമരന്മാരെ മുഴുവൻ അർദ്ദിക്കുന്നതായ ക്ലേശിപ്പിക്കുന്നതായിട്ടുള്ള ആ നിസുംഭനെ ഹൃദി വിവ്യാധ ഹൃദയത്തിൽ തന്നെ വ്യഥിച്ചു. ശൂലം കൊണ്ട് കുത്തി എന്നാണ്. ഭേദിച്ചു ഹൃദയത്തിൽ മാറത്ത് ശൂലം തൻ്റെ ശൂലം കൊണ്ട് അവൻ്റെ മാറത്ത് കുത്തി എന്നാണ്, തുളച്ചു. വേഗാവിദ്ധേന ചണ്ഡിക വേഗാവിദ്ധേന ശൂലേന വേഗത്തിൽ ആവിദ്ധമായ തറയ്ക്കപ്പെട്ടതായ തൻ്റെ ശൂലം കൊണ്ട് തൻ്റെ ശൂലം വേഗത്തിൽ ആവിദ്ധമായി തുളച്ചു കയറി അങ്ങനെ വേഗത്തിൽ തുളച്ചു കയറിയതായ തൻ്റെ ശൂലം കൊണ്ട് ആ അസുരനെ ഹൃദയത്തിൽ നെഞ്ചത്ത് മുറിപ്പെടുത്തി എന്നാണ്. ഭിന്നസ്യ തസ്യ ശൂലേന ഹൃദയം നിസൃതോപരഃ മഹാബലോ മഹാവീര്യസ്തിഷ്ഠേതി പരുഷം വദൻ. ഇനി
ഭിന്നസ്യ തസ്യ ശൂലേന ശൂലേന ഭിന്നസ്യ തസ്യ ശൂലം കൊണ്ട് ഭിന്നമായ അവന്റെ തസ്യ അവന്റെ അതായത് അസുരന്റെ നിശുംഭന്റെ ആ ശൂലം കൊണ്ട് ഹൃദയത്തിൽ തുളച്ചപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ഭിന്നസ്യ തസ്യ ഹൃദയത്തിൽ നിന്ന് അവന്റെ നെഞ്ചിൽ നിന്ന് മാറത്തു നിന്ന് നിസ്സൃത അപരഹ നിസ്സൃത പുറത്തേക്ക് വന്നു. അപരഹ മറ്റൊരു രാക്ഷസൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറത്തു നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. ശൂലം കൊണ്ട് മാറ് കീറിയപ്പോൾ മറ്റൊരു അസുരൻ ആ നിശുംഭന്റെ മാറത്തു നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. നിസ്സൃത അപരഹ ഹൃദയാത് അവന്റെ ഹൃദയത്തിൽ നിന്ന് അപരഹ നിസ്സൃത മറ്റൊരുവൻ പുറത്തേക്ക് വന്നു. മഹാബലഹ മഹാവീര്യ എങ്ങനെയുള്ള ആളാണ്? മഹാബലഹ മഹാവീര്യ മഹാബലത്തോടു കൂടിയവനും മഹാവീര്യത്തോടു കൂടിയവനുമായ മറ്റൊരസുരൻ പുറത്തേക്ക് വന്നു. എന്നിട്ടോ തിഷ്ഠേതി പരുഷം വദൻ നിൽക്ക് എന്ന നിൽക്കുവോടെ നിൽക്കവിടെ എന്ന് പരുഷമായി പറഞ്ഞുകൊണ്ട്, അതായത് യുദ്ധത്തിന് തയ്യാറായും കൊണ്ട് തന്നെയാണ് പിന്നെ രണ്ടാമതൊരു അസുരൻ അവന്റെ മാറത്ത് നിന്ന് പുറത്തേക്ക് വന്നതായിട്ടുള്ള അസുരനും തിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയോട് പരുഷമായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നാണ്. തസ്യ നിഷ്ക്രാമതോ ദേവി പ്രഹസ്യ സ്വനവത്തതഃ ശിരശ്ചിച്ഛേദ ഖഡ്ഗേന തതോ സാവപതദ്ഭുവി. തസ്യ നിഷ്ക്രാമതഃ അവൻ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ആ സമയത്ത് അവൻ മാറത്തു നിന്ന് നികുംഭന്റെ മാറിൽ നിന്ന് പുറത്തേക്ക് വന്നതായിട്ടുള്ള ആ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള അവസരത്തിൽ ദേവി പ്രഹസ്യ സ്വനവത് പ്രഹസ്യ ചിരിച്ചുകൊണ്ട് ശബ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള അവനെ തതഹ അനന്തരം ശിരശ്ചിച്ഛേദ അവന്റെ ശിരസ് ഛേദിച്ചു എന്നാണ്. ആ രണ്ടാമത് വന്നതായിട്ടുള്ള ആ അസുരന്റെ ശിരസ് ഛേദിച്ചു ദേവി എന്നാണ്. ഖഡ്ഗേന എങ്ങനെ തന്റെ ഖഡ്ഗം കൊണ്ട് ദേവി അവന്റെ ശിരസ് ഛേദിച്ചു. തതഹ അസാവതദ്ഭുവി തതഹ അനന്തരം അസൗ ഇവൻ, അതായത് ഈ രണ്ടാമത് വന്നതായിട്ടുള്ള അസുരനും ഭുവി അപതത് ഭൂമിയിൽ വീണു. ആദ്യം നിശുംഭനെ വധിച്ചു. നിശുംഭന്റെ മാറത്ത് നിന്ന് മറ്റൊരു അസുരൻ വന്നു. ആ അസുരനെയും ദേവി വധിച്ചു എന്നാണ്. ശിരശ്ചിച്ഛേദ ഖഡ്ഗേന തന്റെ ഖഡ്ഗം കൊണ്ട് ആ ദേവി അസുരന്റെ ശിരസ് ഛേദിച്ചു, അവനും നിലത്ത് വധിച്ചു എന്നാണ്. തതോ അസൗ അപതത് ഭൂവി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.